ഇവിടുത്തെ ഞാൻ പറയാം, ഇവിടെ സ്നേഹപ്പെട്ടിയുടെ പരിപാടിയാണ്. സ്നേഹപ്പെട്ടി ഇവിടുത്തെ CITU നേതൃത്വത്തിൽ നമ്മുടെ ജനറൽ വർക്കേഴ്സിന്റെ 10 ദിവസക്കാലം ചിന്നക്കടയിൽ അവര് ഒരു ചായക്കട ആരംഭിച്ചു. ചായക്കടയിൽ വന്ന ആൾക്ക് ചായ കുടിക്കാം, ഭക്ഷണം കഴിക്കാം, പണം എത്രയാണോ എന്ന് അവർ തീരുമാനിക്കുന്നതനുസരിച്ച് കൊടുക്കാം, വിലയനുസരിച്ചല്ല. അങ്ങനെ 10 ദിവസം കളക്ട് ചെയ്തതിന്റെ പരിപാടിക്കാണ് ഇവിടെ വന്നത്. അതിപ്പോൾ അത് ശേഖരിക്കുകയാണ്. കൊല്ലത്തേക്ക് വരുമ്പോഴേ കൊല്ലം നഗരത്തിൽ വലിയൊരു സങ്കീർണമായ സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. കൊല്ലം നിയോജകമണ്ഡലത്തിന്റെ MLA രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം പ്രതിഷേധത്തിലാണ് കഴിഞ്ഞ 2-3 ദിവസമായി. അത് ഈ പ്രതിഷേധത്തിന്റെ ഒരു രീതി മാറുകയും ചെയ്യുന്നുണ്ട് ഇതടക്കം. എന്താണ് പാർട്ടിയുടെ നിലപാട് ഇക്കാര്യത്തിൽ, സർക്കാരിന്റെ നിലപാട്? സർക്കാരിന്റെ നിലപാടും പാർട്ടിയുടെ നിലപാടും ഒക്കെ നേരത്തെ പറഞ്ഞതാണ്. ഇത് സംബന്ധിച്ച് ഒരു കമ്മിറ്റി റിപ്പോർട്ട് വന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട്. നിയമപരമായ കാര്യമാണ് ഇപ്പോൾ നടക്കുന്നത്. നിയമപരമായ കാര്യമാണ്. അതിന് കോടതിയിൽ ഉൾപ്പെടെ ഈ കാര്യങ്ങൾ പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട് പൊതുവിലെ റിപ്പോർട്ടിന്റെ. അത് സംബന്ധിച്ച് നിയമപരമായ കാര്യങ്ങൾ നടക്കുന്നു. അത് കൃത്യമായ അന്വേഷണം നടക്കുകയും കാര്യങ്ങൾ പുറത്തു വരികയും ചെയ്യും. അതിനെ സംബന്ധിച്ച് ഇപ്പൊ നടക്കുന്ന പല വിവാദങ്ങളും ചില പ്രതിഷേധങ്ങളും രാഷ്ട്രീയ പ്രേരിതമായ കാര്യങ്ങൾ രാഷ്ട്രീയ പ്രേരിതമായിട്ട് തന്നെ കാണണം. അതിന് കൃത്യമായ ഒരു രീതിയുണ്ട്. ആ അന്വേഷണവും കാര്യങ്ങളും നടക്കുമ്പോൾ അതിനകത്തുള്ള വസ്തുതകൾ വരും. ആ കാര്യങ്ങളിൽ നിന്നൊന്നും ആരും മാറി നിൽക്കുന്നില്ല. പക്ഷെ ഇത് ഒരു പുകമറ സൃഷ്ടിച്ച ഒരു കലാപവും ബഹളം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് പോകുന്നത് ശരിയല്ല. ഇതൊരു വളരെ ജെന്യുവിനായ ഇഷ്യൂ ആണ് കേരളത്തിൽ ഈ ഹേമ കമ്മിറ്റിയുടെ ഭാഗമായിട്ട് വന്നിട്ടുള്ളത്. അതിന്റെ ഭാഗമായി പൊതുവിൽ കുറെ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. വന്നതിന്റെ ഭാഗമായി കുറെ വെളിപ്പെടുത്തലുകൾ വന്നിട്ടുണ്ട്. എന്തായാലും ഗവൺമെന്റ് വളരെ ശക്തമായ ഒരു നിലപാടെടുത്തിട്ടുണ്ട്. ആ നിലപാടിന്റെ ഭാഗമായിട്ടുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. അതിനൊരു വലിയ പോലീസ് ടീമുണ്ട്. ഇതെല്ലാം നടക്കുകയാണല്ലോ. അപ്പൊ ആ കാര്യങ്ങൾ വരിക, അതിനനുസരിച്ച് ഇത്രയും കാര്യങ്ങൾ നടക്കുന്നു. ആ അന്വേഷണം വരിക. അന്വേഷണം നടക്കുമ്പോൾ വസ്തുതകൾ പുറത്തു വരും. അതിന്റെ പേരിലുണ്ടാവുന്ന രാഷ്ട്രീയമായ മുതലെടുപ്പും വിവാദങ്ങളും ശരിയായ കാര്യമല്ല. ഞാൻ ഇക്കാര്യം പറഞ്ഞത് അതിനകത്ത് വളരെ കൃത്യതയുണ്ട്. ഒരു പരാതികൾ വന്നതിനെ സംബന്ധിച്ച് അന്വേഷണം നടക്കുന്നു. അദ്ദേഹവും ഇത് സംബന്ധിച്ച് ചില അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതെന്തായാലും നമ്മൾ ഈ കാര്യങ്ങളൊന്നും മറ്റൊരു സ്ഥലത്തെ പോലെ, മറ്റൊരു സംസ്ഥാനത്തെയോ മറ്റൊരു പ്രദേശത്തെ പോലെ അല്ല. വളരെ സുതാര്യമായ കാര്യങ്ങളും അന്വേഷണം നടക്കുകയാണ്. അതിനെ പിടിച്ചിട്ട് അനാവശ്യമായ മറ്റു കാര്യങ്ങളും വിവാദങ്ങളും ഉണ്ടാക്കേണ്ട കാര്യമില്ല. കൃത്യമായ അന്വേഷണവും വസ്തുതകൾ പുറത്തു വരികയും ചെയ്യും. ആ കാര്യത്തിനകത്ത് യാതൊരു സംശയമില്ല. ബാക്കി കാര്യങ്ങളെല്ലാം ഇതുമായി ബന്ധപ്പെട്ടതാണല്ലോ. ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടപ്പോഴും ഇതുപോലെ പറഞ്ഞതാണ്. അന്ന് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. എന്നാലും നിങ്ങളെല്ലാവരും നിൽക്കുമ്പോൾ അതേ കാര്യങ്ങൾ വീണ്ടും ആവർത്തിച്ച് പറയേണ്ട കാര്യമില്ല. കഴിഞ്ഞ ദിവസം വളരെ ക്ലിയറായി ഇതിനെപ്പറ്റി പറഞ്ഞതാണ്. പാർട്ടി പ്രതിരോധത്തിലല്ല എന്ന് മാത്രമല്ല, പാർട്ടിയും ഗവൺമെന്റും ഒരു വിഷയമല്ലല്ലോ ഇത്. പ്രതിരോധത്തിലല്ല. ഇക്കാര്യത്തിനകത്ത് ഏറ്റവും കൃത്യമായ നിലപാടെടുത്തത് കേരളം എടുത്തൊരു ന്യായമായ നിലപാടാണ്. ആ നിലപാട് പൊതുവിലുള്ള നിലപാടാണ്. നിങ്ങളിപ്പോ ഓരോ സ്ഥലത്തും ഓരോ കേസുകൾ കേന്ദ്രീകരിച്ച് പറയാൻ അങ്ങനെ നമ്മൾ കാര്യങ്ങൾ പറയുന്നതും കുറ്റവിചാരണ നടത്തുന്നതുമായ രീതി ശരിയല്ല. ഞാനീ പറയുന്നതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് മാത്രമേ നിങ്ങൾ എടുക്കൂ. അതുകൊണ്ട് അധികം സംസാരിക്കുന്നേ ഇല്ല. പക്ഷെ വസ്തുത എന്താ? ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ഉള്ള അന്വേഷണം നടക്കട്ടെ. പൊതുവിലൊരു അന്വേഷണ ഏജൻസി ഉണ്ട്, കാര്യങ്ങളുണ്ട്. വളരെ വലിയ ഒരു ഇഷ്യൂ ആണ് ഇതിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളത്. അതിനകത്ത് കുറെ കാര്യങ്ങൾ അന്വേഷണം നടക്കുന്നുണ്ട്. അത് വരട്ടെ. അതിനകത്ത് വേറെ കാര്യങ്ങൾ ഞാൻ നിങ്ങൾ പറയുന്ന ഒരു കേസിനകത്ത് നിങ്ങൾ ലീഡിംഗ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് എന്നെ കൊണ്ട് മറുപടി പറയിപ്പിക്കണ്ട. ഞാൻ ആ പൊതുവിലെ കാര്യങ്ങളാണ് പറഞ്ഞത്. പിന്നെ അല്ല, അതിനെ സംബന്ധിച്ചെല്ലാം കൃത്യമായി ഞങ്ങളാരും പറയാതിരുന്നിട്ടില്ല. പാർട്ടി നേതൃത്വം തന്നെ അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. വളരെ കൃത്യമായി പറഞ്ഞിട്ടില്ലേ? ആരെങ്കിലും ഇതിനെ സംബന്ധിച്ച് പറയാതിരുന്നിട്ടുണ്ടോ? ഞങ്ങൾ വേറൊന്നും പറഞ്ഞായിരുന്നില്ലല്ലോ. വളരെ ശക്തമായ നിലപാടാണ്. കമ്മിറ്റിയെ നിയമിച്ചു, അവരുടെ റിപ്പോർട്ട് വന്നു. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആരോപണം ഉന്നയിക്കുകയാണ്. ഞാൻ ചോദിച്ചൊറ്റ ചോദ്യമേ MLAക്കൊപ്പം അന്വേഷണ റിപ്പോർട്ട് വരുന്നവരെ ഞാൻ പറയുന്ന കാര്യം തന്നെ നിങ്ങൾ ഇപ്പൊ ഇത് മുഴുവൻ കൊടുക്കത്തില്ല, കട്ട് ചെയ്തായിരിക്കും കൊടുക്കുന്നത്. കാരണം പല കാര്യങ്ങളും ഇത് സംബന്ധിച്ച് ഞങ്ങളെ സംബന്ധിച്ച് ഏതെങ്കിലും കാര്യം മായ്ക്കാനോ മറയ്ക്കാനോ ഒന്നും പാർട്ടിക്ക് താല്പര്യമില്ല, ഗവൺമെന്റിന് താല്പര്യമില്ല. പക്ഷെ വസ്തുതകളായിരിക്കണം. ഇതിന്റെ പേരിൽ തെറ്റായും പല കാര്യങ്ങളും വരുന്നോ ഇല്ലയോ നമുക്കറിയില്ല. അതുകൊണ്ടാണല്ലോ അന്വേഷണം വരുന്നത്. അന്വേഷണം എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായ അന്വേഷണമാണ്. 4 വനിതാ IPS ഓഫീസർമാരുൾപ്പെടെ, വളരെ സീനിയറായ ഓഫീസർമാരുൾപ്പെടെ അന്വേഷണമല്ലേ വരുന്നേ. ആ അന്വേഷണം വരുന്നു. അന്വേഷണം കൃത്യമായിട്ട് വരുന്നതിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയെന്നല്ലാതെ നമ്മളൊരു പ്രീ കൺസീവ്ഡ് ആയിട്ടുള്ള ഒരു ജഡ്ജ്മെന്റിലേക്ക് പോകേണ്ട കാര്യമില്ലൊന്നിലും. അതായത് കൃത്യമായ അന്വേഷണമാണ്. അതിനകത്ത് ഒട്ടും മറച്ചു വെച്ചില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മന്ത്രിമാരും വകുപ്പും ഒക്കെ ഇടപെട്ടതാണല്ലോ. അപ്പൊ പോലീസിനെ ഉദ്യോഗസ്ഥന്മാരെ ഏൽപ്പിച്ചു. അന്വേഷണം നടക്കുന്നുണ്ട്. അന്വേഷണം വരട്ടെ. അല്ലാതെ
നമ്മൾ ഇന്നത് ഇന്ന ആൾ അങ്ങനെ നമ്മൾ പറയാവുന്ന ഒരു സ്ഥിതിയിലേക്കല്ല. അന്വേഷണം നടക്കുന്നു, അതിന്റെ ഭാഗമായിട്ടുള്ള നിലപാട് വരും. പറയാൻ കാരണം മുകേഷ് ഭരണപക്ഷത്തുള്ള ഒരു MLA ആണ്. അപ്പോൾ അന്വേഷണത്തെ സ്വാധീനിക്കാൻ കാരണമാകില്ലേ? ഈ വാർത്തകൾ സൃഷ്ടിക്കുന്നത് നിങ്ങളാണ്, മറുപടി പറയുന്നത് നിങ്ങളാണ്. ഞാനിപ്പോ ഇത് സംബന്ധിച്ചുള്ള എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു. കൃത്യമായ അന്വേഷണമാണ്. അന്വേഷണം വരുമ്പോൾ അതിനകത്തെ വസ്തുതകൾ വരട്ടെ. ഒരു കാര്യത്തിലല്ല, ഈ ഹേമ കമ്മിറ്റിയെ സംബന്ധിച്ചുള്ള പൊതുകാര്യങ്ങളെ സംബന്ധിച്ച് അന്വേഷണം നടക്കുകയാണ്. അന്വേഷണം വന്നിട്ട് അതിനകത്ത് വാർത്തകളും വിവരങ്ങളും വരും. അതിനകത്ത് വേറെ ഏതെങ്കിലും ഓരോ കാര്യം എടുത്ത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾ പറയുന്ന ഒരു കാര്യം രണ്ട് കാര്യമായിട്ടല്ല ഞങ്ങൾ പറയുന്നത് പൊതുവിലാണ്. ഞങ്ങൾക്ക് അതിനകത്ത് ആ കമ്മിറ്റി വെക്കുന്നതിനും പറയുന്നതിനും ഒരു മടിയില്ല. ആ കാര്യം സംബന്ധിച്ചാണ് അത് സംബന്ധിച്ച് പറഞ്ഞതാണ്. ഞാൻ പറയട്ടെ, ഇപ്പൊ പല കാര്യങ്ങളും വന്നു, പല അഭിപ്രായങ്ങളും വന്നു. അതിനകത്ത് ഏതാണ് വിശ്വസനീയം, ഏതാണ് അവിശ്വസനീയം എന്നൊന്നും ഇപ്പം പറയാൻ ഞാനാളല്ല, നമ്മൾ പൊതുവിലല്ല, നിങ്ങൾക്കും അത് പറയാൻ പറ്റില്ല. പിന്നെ നമ്മുടെ ഒരു പലതവണ ഇത് ചോദിക്കുകയാണെങ്കിലും നമ്മുടെ ഒരു മര്യാദ അനുസരിച്ച് അതിന് ജനുവിനായി കാര്യങ്ങൾ പറയാം. അല്ലാതെ നിങ്ങൾ ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങളിൽ നിന്ന് ഓടുകയോ നിങ്ങളെ മാറ്റി നിർത്തുകയൊന്നും നമ്മൾ ചെയ്യുന്നില്ല. നമ്മുടെ ഇതേ കാര്യം എത്ര ആവർത്തിച്ചാലും നമ്മൾ പറയുന്ന കാര്യം വസ്തുതാപരമായ കാര്യം തന്നെയായിരിക്കും ആവർത്തിക്കുന്നത്. അപ്പൊ ഏതൊരു കാര്യത്തിനും നമുക്കൊരു ഫൈനൽ തീരുമാനത്തിലേക്ക് എത്താൻ പറ്റില്ല ഈ വരുന്ന കാര്യങ്ങൾ. അതുകൊണ്ടാണല്ലോ ഈ അന്വേഷണവും സംവിധാനവും ഒക്കെ വരുന്നുണ്ടല്ലോ. അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലുള്ള കാര്യങ്ങൾക്ക് താല്പര്യം എല്ലാ കാര്യങ്ങൾക്കും എന്തെങ്കിലും ഇങ്ങനെ ഒരു കാര്യങ്ങളോ ഹൈപ്പോത്തറ്റിക്കലായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് അതൊക്കെ നിങ്ങൾ നോക്കുക. ജനറലായ ഒരു പോളിസി കാര്യമാണല്ലോ നമ്മൾ പറഞ്ഞത്. ഈ പോളിസി കാര്യം സംബന്ധിച്ച് യാതൊരു സംശയവുമില്ല. അത് സംബന്ധിച്ച് ഞങ്ങളുടെ LDF ഗവൺമെന്റ് നിലപാടെടുത്തിട്ടുണ്ട്. ഞങ്ങളുടെയൊക്കെ LDF പാർട്ടികൾക്ക് നിലപാടുണ്ട്. ആ നിലപാട് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പൊതുകാര്യങ്ങൾ. പരാതികൾ ഇപ്പൊ വന്നിട്ടുള്ള പരാതികളൊന്നും നമ്മളെല്ലാം വായിച്ചില്ല. അതുകൊണ്ടാണല്ലോ അത് സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ അഭിപ്രായം വന്നിട്ടുണ്ട്, പൊതുവിലുള്ള അഭിപ്രായം വന്നിട്ടുണ്ട്. അതാണല്ലോ ഞാനിപ്പോ പൊതുവിൽ ഗവൺമെന്റ് സംബന്ധിച്ച് ഗവൺമെന്റിന്റെ ഒരു പ്രതിനിധി ആയതുകൊണ്ടാണല്ലോ നിങ്ങൾ ചോദിക്കുമ്പോൾ ഈ കാര്യം പറഞ്ഞത്. എനിക്കാണെങ്കിൽ നിങ്ങൾ കാര്യങ്ങൾ വേറെ ചിലത് ചോദിക്കണമെന്ന് ആഗ്രഹമുണ്ട്, നിങ്ങളത് ചോദിക്കുന്നുമില്ല. ഇത് ഞാൻ 3 ദിവസമായിട്ട് പറയുന്നുണ്ട്. ചോദിക്കേണ്ട ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇപ്പോ കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനത്തിനെടുക്കുന്ന നിലപാട് നമുക്ക് കിട്ടേണ്ട പണം തരുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതൊന്നും നിങ്ങൾ ചോദിക്കുന്നതേ ഇല്ല. നമുക്ക് വയനാട് കാര്യങ്ങളെ സംബന്ധിച്ച് ചിലത് അല്ല, ഞാൻ പറഞ്ഞത് മറ്റു കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലും പറഞ്ഞ ഞങ്ങളൊന്നും ഇതിന്ന് പറയാതിരിക്കുന്ന പ്രശ്നമേ ഇല്ല. പക്ഷേ കേരളത്തെ സംബന്ധിച്ച് ഒരു വളരെ ഗുരുതരമായ ഒരു പ്രകൃതി ദുരന്തം വയനാട് സംഭവമുണ്ട്. അത് സംബന്ധിച്ചുള്ളതാണ്. ഇപ്പൊ തന്നെ ഓണത്തിന്റെ സമയത്ത് ഇവിടെയൊക്കെ വലിയ ആഘോഷം നടക്കേണ്ടതാണ്. വാസ്തവത്തിൽ ഓണത്തിന്റെ ആഘോഷത്തിന്റെ മൂഡിലേക്ക് ആളുകൾ എത്തുന്നില്ല. ഇപ്പോഴും ആ ദുരന്തത്തിന്റെ മനസ്സിലുണ്ട്. കേന്ദ്രം അങ്ങേറ്റം ഉപരോധപരമായ സമീപനം എടുത്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾ കൂടുതൽ റിപ്പോർട്ട് ചെയ്യേണ്ടി വരുമെന്നാണ് ഞാൻ കരുതുന്നത്. ഒരു ജേർണലിസ്റ്റുകൾ എന്ന നിലയിൽ ഏറ്റവും ഗൗരവത്തോടുകൂടി കേരളത്തോട് കാണിക്കുന്ന സമീപനത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണ്. ഞങ്ങൾ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ ചേർന്നുകൊണ്ട് വിവിധ സംസ്ഥാനങ്ങൾ നമ്മുടെ ഈ പൊതുപ്രശ്നങ്ങളെ കണ്ടുകൊണ്ട് ചർച്ച ചെയ്യുന്ന സംസ്ഥാനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ധനകാര്യ കമ്മീഷനുകളുടെ സമീപനവും പൊതുസമീപനവും സംബന്ധിച്ച് വിപുലമായ ഒരു ചർച്ചയും കാര്യങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വളരെ വലുതാണ്. രാജ്യത്തിന്റെ നിലനിൽപ്പും രാജ്യത്തിന്റെ ഭാവിയും ഉൾപ്പെടെയുള്ള വളരെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളും കൂടി ഈ സമയത്ത് നടക്കുന്നുണ്ട്. അതും കൂടി ഞങ്ങൾ ഗൗരവത്തോട് കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞു അത്തരം ചില കാര്യങ്ങൾ ഇപ്പൊ നിൽക്കുകയാണ്. ഇന്നിപ്പോ നമുക്ക് എടുക്കണ്ട, എന്നാലും അങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റുമായി ചേർന്നിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള സാമ്പത്തിക ഉപരോധത്തിന്റെ പ്രശ്നം വളരെ ഗൗരവമായി നിൽക്കുന്നുണ്ട്.